നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം, നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവ്വവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവ്വവുമായി അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. അനുഗ്രഹദായകമായ ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് കാഴ്ചവെക്കാം. എൻ്റെ സങ്കേതവും അഭയവും ആശ്വാസവും വൈദ്യനും ആലംബവുമായ എൻ്റെ യേശുവിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് നിർത്താം. ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയോട് കൂടെ ആയിരിക്കുന്നു. നീ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അങ്ങയോടൊത്ത് ചെലവഴിക്കുന്ന നിമിഷങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിൽ മാറുന്നു. ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിരവധിയായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ രക്ഷയും സങ്കേതവും നീ മാത്രമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ നാവ് കൊണ്ട് ഉച്ചരിച്ചുകൊണ്ട്, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ആവശ്യമായ എല്ലാ കൃപാകടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും അങ്ങ് വർഷിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു, ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു. എങ്കിലും അങ്ങയുടെ കൃപയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് ഞങ്ങൾ ആത്മാർത്ഥതയോടെ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ്. തമ്പുരാനെ, സ്നേഹത്തോടെ ആദരവോടെ ഞങ്ങളെ മുഴുവനായി നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നീ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതം ചൊരിയുന്ന നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളെ മുഴുവനായി അനുഗ്രഹിക്കുവാൻ, ഞങ്ങളെ മുഴുവനായി സ്വീകരിക്കുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവനായി ഒപ്പിയെടുക്കുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ തമ്പുരാനെ. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ
ആശ്വാസവും നീ എൻ്റെ ഉറവിടവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവ്വവുമാ അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ദൈവമേ, നിന്റെ ചാരത്തിരിക്കുവാൻ, നിന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഈ നിമിഷം നീ ഞങ്ങളെ ഒരുക്കിക്കൊണ്ടുവരികയായിരുന്നുവല്ലോ. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിറച്ചൊഴുക്കുന്ന അനുഗ്രഹീതമായ ഈ നിമിഷങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിറച്ചു നൽകുന്ന അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവനായി നിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് നിർത്തുന്നു. ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് നിർത്തുന്നു. നീ കൈനീട്ടി തൊട്ടനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് കാഴ്ചവെച്ച് സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കണമേ എന്ന് ഈ നിമിഷങ്ങളിൽ തമ്പുരാനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബ പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിൽ ദുഃഖങ്ങളുണ്ട്, ആകുല ചിന്തകളുണ്ട്, രോഗങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് നിർത്താം. നല്ല തമ്പുരാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. വിശുദ്ധ തോമാശ്ലീഹ കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാരോട് കൂടി ഉണ്ടായിരുന്നില്ല. അവിടുന്ന് തോമാശ്ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവിനെ ഞാൻ കാണുകയും കർത്താവിൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്യാതല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് തോമാശ്ലീഹ ശാഠ്യം പിടിച്ചു. ആദ്യമായി ദൈവത്തെ വെല്ലുവിളിച്ച ഒരു വ്യക്തിയായിരുന്നു തോമാശ്ലീഹ. സ്നേഹം കൊണ്ട് ദൈവത്തെ വെല്ലുവിളിച്ച ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ തമ്പുരാനെ എനിക്ക് കാണണം, എനിക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ചവനെ എനിക്ക് അനുഭവിക്കണം, അതുകൊണ്ട് അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും അവൻ്റെ ഹൃദയത്തുടിപ്പുകൾ തൊട്ടറിയുകയും ചെയ്താലല്ലാതെ ഞാൻ അവനിൽ വിശ്വസിക്കുകയില്ല എന്ന് ചാഠ്യം പിടിക്കുന്ന തോമാശ്ലീഹായെ നമുക്ക് കാണാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇന്നേ ദിവസം ഞാനും നിങ്ങളുമൊക്കെ ഒരു ചാഠ്യം പിടിക്കണം. എൻ്റെ തമ്പുരാനെ അനുഭവിക്കാതെ ഈ നിമിഷങ്ങളിൽ കടന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ എന്ന് തമ്പുരാൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളുമൊക്കെ ചാഠ്യം പിടിക്കണം. എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ വസിക്കുന്ന, എൻ്റെ കൂടെയായിരിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് തമ്പുരാനോട് നന്ദി പറയാം. വീണ്ടും തോമാശ്ലീഹ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിൻ്റെ കരങ്ങൾ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, ഞാനാണെന്ന് നീ വിശ്വസിക്കുക. ഉടനെ തോമാശ്ലീഹ പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എൻ്റെ മാത്രമാണെന്ന്, എൻ്റെ സ്വന്തമാണ്, ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള ശാഠ്യ മനോഭാവത്തോടെ യേശുവിൻ്റെ നെഞ്ചോട് ചേർന്ന് ജീവിതത്തെ സമർപ്പിച്ച ഒരു ഭാരത അപ്പസ്തോലനാണ് നമുക്കുള്ളത്. ആ അപ്പസ്തോലൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നത്. ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് വളരുമ്പോഴും നമുക്കും തോമാശ്ലീഹായെ പോലെ
അവിടുത്തെ പാർശ്വത്തിലേക്ക് നമ്മുടെ കരങ്ങളൊന്ന് ചേർത്ത് നിർത്താം. അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ കരങ്ങളൊന്ന് ചേർത്ത് നിർത്താം. എൻ്റെ തമ്പുരാനെ, നിന്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ, എനിക്കായി മിടിക്കുന്ന നിന്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുകളെ ഞാൻ ഒരു നിമിഷം ഒന്ന് തൊട്ടറിയട്ടെ. എനിക്കായി മിടിക്കുന്ന, എനിക്കായി തുടിക്കുന്ന അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ ചൂട് ഞാൻ ഇനി ഈ നിമിഷം ഒന്ന് അനുഭവിക്കട്ടെ. അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന തിരിച്ചോരത്തുള്ളികൾ കൊണ്ട് എന്നെ ഒന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്കും ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കാം. ദൈവം കർത്താവ്, കുരിശിലേറിയവൻ, എനിക്കായി മരിച്ചവൻ എന്നെ മാറോട് ചേർക്കുന്ന നിമിഷമാണിത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് നിർത്താം. ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന വണ്ണം നമുക്ക് തമ്പുരാന്റെ കൂടെ ചേർന്നിരിക്കാം. തമ്പുരാനോട് ശാഠ്യം പിടിക്കാം. നമുക്ക് തമ്പുരാനെ, നിന്റെ സ്നേഹം അനുഭവിച്ചാൽ അല്ലാതെ ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ഈ നിമിഷങ്ങളിൽ നിന്റെ സ്നേഹം അനുഭവിക്കാതെ കടന്നു പോകാൻ എന്നെ നീ അനുവദിക്കരുതേ. എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ നീ ചേർത്ത് ഒഴുക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് അസീസിയുടെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ടല്ലോ. അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, പറുദീസ മോഹിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ മാലാഖയെ വിട്ട് അതിൻ്റെ വാതിൽ അടയ്ക്കണമേ. നരകത്തെ പേടിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ എന്നെ ആ നിത്യാഗ്നിയിലേക്ക് എറിഞ്ഞേൽക്കുക. എന്നാൽ അങ്ങേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ ഇരു കരങ്ങളും നീട്ടി നീ എന്നെ സ്വീകരിക്കണമേ. അങ്ങേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ ഇരു കരങ്ങളും നീട്ടി നീ എന്നെ സ്വീകരിക്കണമേ എന്ന് നമുക്കും പറയാം. ഇരു കരങ്ങളും നീട്ടി നമ്മെ സ്വീകരിക്കുവാൻ നമ്മുടെ നാഥൻ ഇതാ ഒരുങ്ങി നിൽക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ, 1 കോടി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വർഷിച്ചുകൊണ്ട് എൻ്റെ പാപങ്ങളെല്ലാം മറന്ന് എന്നെ കുരിശിലേക്ക് ചേർത്ത് നിർത്തി. നിന്റെ പാപജീവിതം ഞാൻ ഇനി ഒരിക്കലും ഓർക്കുകയില്ല, നിന്റെ പാപജീവിതം ഒരിക്കലും ഞാൻ അനുസ്മരിക്കുകയില്ല, അതെല്ലാം ഞാൻ മറന്നിരിക്കുന്നു, അതെല്ലാം ഞാൻ പൊറുത്തിരിക്കുന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് ഒരുപാട് കോടാനുകോടി അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് എൻ്റെ പാപങ്ങളെല്ലാം മറന്ന് എന്നെ കുരിശോട് ചേർക്കാൻ എൻ്റെ തമ്പുരാൻ ഇതാ നിൽക്കുന്നു. ആ തമ്പുരാൻ്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെയും നമുക്ക് ചേർത്ത് നിർത്താം. നമ്മുടെ വേദനിക്കുന്ന ഹൃദയം, നമ്മുടെ നൊമ്പരപ്പെടുന്ന ഹൃദയം, വിങ്ങിപ്പൊട്ടുന്ന ഹൃദയം, എന്തിനോ വേണ്ടി ദാഹിക്കുന്ന നമ്മുടെ ഹൃദയം, ആ ഹൃദയം തമ്പുരാന്റെ തിരുഹൃദയത്തോട് ചേർത്ത് നിർത്താൻ നമുക്ക്. 1 കോടി അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ എന്ന് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ ചെയ്തു പോയ കടങ്ങളെയും പാപങ്ങളെയും ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് എന്നെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുവാൻ കനിവുണ്ടാകണമേ എന്ന് ഈ നിമിഷത്തിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ, എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം നീ എന്നെ സ്നേഹിക്കുന്നു
തമ്പുരാനോട് പലപ്പോഴും നമ്മൾ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം നീ എന്നെ കരുതുന്നുണ്ട്. ഇരുകരങ്ങളും കുരിശോട് ചേർത്ത് ബന്ധിച്ച് അവിടുന്ന് പറഞ്ഞു, ഈ കരങ്ങളോളം നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഈ കരങ്ങൾ നിന്നെ ചുറ്റി വരിഞ്ഞു നിൽപ്പുണ്ട്. നിന്റെ അനുഗ്രഹദായകമായ നിമിഷങ്ങളിൽ ഈ കരങ്ങൾ നിന്റെ കൂടെയുണ്ട്. നിന്റെ അപകടങ്ങളിൽ, നിന്റെ രോഗങ്ങളിൽ, നിന്റെ ബുദ്ധിമുട്ടുകളിൽ, നിന്റെ ദുഃഖങ്ങളിൽ, നിന്റെ ആകുല ചിന്തകളിൽ നിന്നോട് ചേർന്ന് ഞാൻ നിന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. നീ എന്നെ കരുതുന്ന നിമിഷങ്ങളാണല്ലോ. കുരിശിൽ കരങ്ങൾ ചേർത്ത് നിർത്തി ബന്ധിച്ചപ്പോഴും അവിടുന്ന് പറഞ്ഞു, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ കരങ്ങൾ ഈ കുരിശോട് ചേർത്ത് ബന്ധിച്ചത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ കരങ്ങൾ കുരിശോട് ചേർത്ത് ബന്ധിച്ചത്. നമുക്ക് തമ്പുരാന്റെ തിരുഹൃദയത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന ഓരോ തിരിച്ചോര തുള്ളികൾ കൊണ്ടും എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന്, എന്നെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എത്രമാത്രം എന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെ എന്നു മൊഴിഞ്ഞു. എത്രമാത്രം എന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെ എന്നു മൊഴിഞ്ഞു. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ, ഒരുപാട് സ്നേഹത്തോടെ എന്നെ മാറോട് ചേർത്ത് നിർത്തുവാൻ അവിടുത്തെ കരങ്ങളുടെ ശക്തി ധാരാളം മതിയല്ലോ. അവിടുന്ന് കരങ്ങൾ ചേർത്ത് നിർത്തി എന്നെ ആശ്വസിപ്പിക്കുന്നു. അവിടുത്തെ കുരിശോട് എന്നെ ചേർത്ത് നിർത്തുന്നു. തോമാസ് ലീഹായെ പോലെ നമുക്കും ഏറ്റുപറയാം, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവവും കർത്താവും എൻ്റെ സ്വന്തമാണ്. ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. എൻ്റെ ബുദ്ധിമുട്ടുകളുടെ സമയങ്ങളിലും, എൻ്റെ വേദനയുടെ നിമിഷങ്ങളിലും, എൻ്റെ കണ്ണുനീർത്തുള്ളിയുടെ നിമിഷങ്ങളിലും അവിടുന്ന് എന്നെ കരുതലോടെ സ്നേഹിക്കുന്നുണ്ട്. നമുക്കും അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. വീണ്ടും ഒന്നു നോക്കവേ കണ്ടതില്ലാണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാ. ആണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ. വീണ്ടും ഒന്നു നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാ. ആണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ, നെഞ്ചിൽ നേരിപ്പോടു കത്തുന്ന നേരം
ആശയോടെ ഞാൻ. വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ, ഈ നിമിഷങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ നടക്കുകയായിരുന്നു. എൻ്റെ ജീവിത വഴികളിൽ ആശ്രയമായി, താങ്ങായി, തണലായി, കരുതലായി അവിടുന്ന് എന്നോട് ചേർന്ന് നിൽക്കുന്നു. എൻ്റെ ജീവിത പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് എന്നെ വിശുദ്ധീകരിച്ച് എന്നെ ആശീർവദിച്ച് അവിടുത്തെ സ്വന്തമായി എന്നെ സ്വീകരിച്ചിരിക്കുന്നു. നമുക്ക് നന്ദി പറയാം തമ്പുരാനോട്. ഈ നിമിഷങ്ങളിൽ ഞങ്ങളോട് കൂടെ നിന്നതിന്, ഞങ്ങളെ അനുഗ്രഹിച്ചതിന്, ഞങ്ങളെ വിശുദ്ധീകരിച്ചതിന്, ആവശ്യമായ വരദാനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് വർഷിച്ചതിന് തമ്പുരാനെ നിനക്കൊരായിരം നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ചേർത്ത് നിർത്തി വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുരിശിൻ്റെ ബലത്താൽ അവിടുന്ന് നമ്മെ വഴി നടത്തട്ടെ. ആമേൻ. വീണ്ടും ഒന്നു നോക്കവേ കണ്ടതില്ലാണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാ. ആണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ. വീണ്ടും ഒന്നു നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാ. ആണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു